റെഡ്മി നോട്ട് 13 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെഡ്മി നോട്ട് 13 സീരീസിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 13 സീരീസിൽ 3 ഫോണിൽ വന്നേക്കാം. റെഡ്മി നോട്ട് 13 5G, റെഡ്മി നോട്ട് 13 Pro 5G, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 Pro Plus 5Gയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ റെഡ്മി നോട്ട് 13 ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. എന്നാൽ പ്രോ വെർഷൻസിലോട്ട് വരുമ്പോൾ 1.5K റെസൊല്യൂഷൻ വന്നേക്കാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 3 ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ റെഡ്മി നോട്ട് 13 അതുപോലെ തന്നെ 13 Proയിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 12 ബിറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ പ്രോ വെർഷൻസിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 30യുടെ പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സും പ്രോയുടെ പീക്ക് ബ്രൈറ്റ്നസ് 1600 നിറ്റ്സും പ്രോ പ്ലസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1800 നിറ്റ്സും വന്നേക്കാം. പിന്നെ ഈ 3 ഫോണുകളിലും 1920 Hzൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ പ്രോ പ്ലസിൽ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ റെഡ്മി നോട്ട് 13 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നതായിരിക്കും. എന്നാൽ പ്രോയിലും പ്രോ പ്ലസിലും വിങ് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വന്നേക്കാം. റെഡ്മി നോട്ട് 30യുടെ വെയിറ്റ് വരിക ഏകദേശം 175 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.6 mm ആയിരിക്കും. റെഡ്മി നോട്ട് 13 പ്രോയുടെ തിക്നെസ് വരിക 7.98 mm ആയിരിക്കും. വെയിറ്റ് വരിക 187 ഗ്രാം ആയിരിക്കും. പ്രോ പ്ലസിൻ്റെ വെയിറ്റ് വരിക 204 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.9 mm ആയിരിക്കും. പിന്നെ പ്രോ പ്ലസിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോണിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഇത് മിഡ് റേഞ്ച് സെഗ്മെൻറ്റിനൊക്കെ പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 15000 രൂപയ്ക്കൊക്കെ താഴെ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. എന്നാൽ റെഡ്മി നോട്ട് 13 പ്രോയിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 20000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്നാൽ പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 7200 അൾട്രാ എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. 25000 രൂപയ്ക്ക് താഴെയൊക്കെ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഈ ഒരു പ്രോസസ്സർ. 3 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ റെഡ്മി നോട്ട് 13 LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ആയിരിക്കും വരിക. പ്രോ പ്ലസിൽ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണുകളിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഫോണുകളിൽ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ പ്രോ പ്ലസിൽ VC ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതായിരിക്കും. ഈ 3 ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13ൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 108 മെഗാ മെയിൻ ക്യാമറ സെൻസറും 2 മെഗാ ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. എന്നാൽ പ്രോ വെർഷൻസിലോട്ട് വരുമ്പോൾ ഈ ഫോണുകളുടെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഈ ഫോണുകളിൽ 200 മെഗാ സാംസങ് ISOCELL HP3യുടെ മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. OISൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ മാക്രോ ലെൻസും വന്നേക്കാം. പിന്നെ ഈ 3 ഫോണുകളിലും 16 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ 5000 mAhൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പ്രോയിൽ 5200 mAhൻ്റെ ബാറ്ററി വന്നേക്കാം. ഇതിൽ റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും പ്രോയിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും പ്രോ പ്ലസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ 3 ഫോണുകളും വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജനുവരി 4-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്നാലും മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഏകദേശം 13,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റെഡ്മി നോട്ട് 13 പ്രോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 20,000-22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
പ്രോ പ്ലസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 26,000-28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മി നോട്ട് 13 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.